മഗ്‌രിബിന്റെ സമയമാകുമ്പോ മക്കളെ കൊണ്ട് സൂറത്തുൽ വാഖിഅ ഓതിപ്പിക്കണം. സുബഹി നിസ്കാരം കഴിഞ്ഞാലുടനെ സൂറത്ത് യാസീൻ ഓതണം. ഏത് സമയത്തും നമ്മുടെ വീടിന്റെ ഉള്ളിൽ നിന്ന് ദിക്റുകൾ കേൾക്കണം, സലാത്തുകൾ കേൾക്കണം. പണ്ടൊക്കെ മാരകമായ രോഗങ്ങളൊന്നും നമ്മൾ കേട്ടിട്ടില്ലല്ലോ. ഒരു കാലത്ത് ഈ കാസർഗോഡുള്ള നമ്മുടെ പ്രിയപ്പെട്ട ഉപ്പമാര് ജീവിച്ചിരുന്നപ്പോ അവര് നമ്മുടെ വീടുകളിൽ സന്ധ്യാസമയമാകുമ്പോ നഫീസത്തുമാല അവരൊക്കെ ബിസ്മിയും ഹംദും സലാത്തും നൽ സലാമും മുന്നേ നഫീസത്തുമാല ഞാൻ തുടങ്ങിയിടുന്നേ. മഹതിമാരുടെ മഹാന്മാരുടെ കാര്യങ്ങൾ പാടിപ്പുകത്തിയപ്പോ ഓരോ സുബഹി കഴിഞ്ഞിട്ട് യാസീൻ ഓതുന്ന വീടുകളിൽ അവിടെ ദാരിദ്ര്യം പെടുകയില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോ, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോ, നമ്മുടെ പ്രിയപ്പെട്ട പെൺമക്കള് വഴിതെറ്റി പോകുമ്പോ +1 പഠിക്കുന്ന കുട്ടി, +2 പഠിക്കുന്ന കുട്ടി കല്യാണത്തിന്റെ തലേ ദിവസം അവള് ഒളിച്ചോടുമ്പോ നമ്മളൊക്കെ പറയാ അവളെ പിശാച് വഴിതെറ്റിച്ചു പോയി. ഒരേ ഒരു ഹദീസ് പറയട്ടെയോ, നമ്മുടെ വീടുകളെ പിശാചുകളുടെ ഭവനങ്ങളാവരുത്. നമ്മുടെ പെൺമക്കളെ വഴിതെറ്റിക്കുന്ന, നമ്മുടെ ആൺമക്കളെ മദ്യപാനികളാക്കുന്ന, അവരുടെ ഹൃദയത്തിലേക്ക് വസ്വാസ് കൊടുക്കുന്ന ഓരോ രീതിയിൽ നമ്മുടെ മക്കൾ വഴിതെറ്റാനുള്ള കാരണമേതാ? നമ്മുടെ വീടുകളിലെ പിശാചുക്കളുടെ വാസസ്ഥലമായതാ. വളരെ ഗൗരവത്തോടെ ചിന്തിക്കണേ. ഇതേവരെ പർദ്ദയിടുന്ന പെൺകുട്ടികള് കുറെ കഴിയുമ്പോൾ ജീൻസ് ഇടുന്നു, ടീഷർട്ട് ഇടുന്നു. എന്താ കാരണമേടോ? അതൊക്കെ പിശാച് നയിക്കുന്ന ദുർബോധനങ്ങളാണ്. അല്ലാഹു സൃഷ്ടിച്ച കോലത്തിൽ നിന്ന് മാറി സഞ്ചരിക്കുക. ഇതിനൊക്കെ ഒരു പരിഹാരമേതാ? അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാ, നിങ്ങളുടെ വീടുകളെ നിങ്ങൾ ശ്മശാനങ്ങളാക്കരുത്. ഏതെങ്കിലും ഒരു വീട്ടിൽ സൂറത്തുൽ ബഖറ പാരായണം ചെയ്താൽ ഇന്ന ശൈത്താന യൻഫുറു, പിശാച് പേ പിടിച്ചതുപോലെ ഓടി ഒളിക്കും. ഏതെങ്കിലും ഒരു വീട്ടിൽ സൂറത്തുൽ ബഖറ പാരായണം ചെയ്താൽ ആ വീട്ടിൽ പിന്നെ പിശാചിന്റെ സാന്നിധ്യം ഉണ്ടാവില്ല. ഏത് വീട്ടിലാണ് ബഖറ പാരായണം ചെയ്യാറുള്ളത്? ഉസ്താദേ, സൂറത്തുൽ ബഖറയൊക്കെ വലിയ സൂറത്തല്ലേ? 7 മണി മുതൽ 10:30 മണി വരെ സീരിയൽ കാണുന്നവള് 3.5 മണിക്കൂർ കഴിഞ്ഞില്ല മോന്. ഞായറാഴ്ചകളിൽ വീടുകളിൽ നിന്നിട്ട് തൊലിയുരുന്ന പെണ്ണിന്റെ സിനിമ കാണുന്നവള് യഥാർത്ഥത്തിൽ സിനിമ കണ്ടിട്ട് എന്താ ബോധമുള്ളത്? കള്ളു കുടിക്കാൻ പഠിപ്പിച്ചതാരാ സിനിമ? കഞ്ചാവ് വലിക്കാൻ പ്രേരിപ്പിച്ചതാരാ സിനിമ? പെണ്ണിനെ കണ്ടാൽ കാമം തോറ്റുന്ന പാട്ടുപാടാൻ പഠിപ്പിച്ചതാരാ സിനിമ? ബാങ്ക് കൊള്ളയെടുക്കാൻ ഉപായം പറഞ്ഞു തന്നതാരാ സിനിമ? ഒരു പെണ്ണിനെ കടന്നു പിടിച്ച് കുത്തിക്കൊന്നിട്ട് ഒരു ചെറുപ്പക്കാരനെ കൊന്നിട്ട് വിദഗ്ധമായി ഒളിപ്പിക്കാൻ തന്ത്രം പഠിപ്പിച്ചു തന്ന മാധ്യമമേതാ സിനിമ? ഇത് മുഴുവനും നമ്മുടെ മക്കളെ കാണിപ്പിക്കുമ്പോ 2 മണിക്കൂറൊക്കെ നമ്മുടെ മക്കള് ഈ തമ്മാടിത്തരം കാണിക്കുമ്പോ ഒരു ദിവസം നിനക്ക് ഒരു 3/4 മണിക്കൂർ ഉണ്ടെങ്കിൽ സൂറത്തുൽ ബഖറ ഓതാ. ഏതെങ്കിലും ഒരു വീട്ടിൽ സൂറത്തുൽ ബഖറ നിത്യവും പാരായണം ചെയ്താൽ അവിടെ പിശാചിന്റെ വാസസ്ഥലമാവില്ലെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അതുകൊണ്ട് ഈ വാല് കേട്ടിട്ട് മുതൽ ഓരോ ദിവസവും നമ്മുടെ വീട്ടിൽ ബഖറ ഓതണം. ചെറുപ്പക്കാരെ, ഭർത്താക്കന്മാരെ, നിങ്ങളോട് നിനക്ക് പറയാനുണ്ട്. ബഹുമാനപ്പെട്ട ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന സഹീഹായ ഹദീസിൽ കാണാം, ഇദാ ദഖല റജുലു ബൈതഹു, ഇദാ ദഖല റജുലു ബൈതഹു, ഏതെങ്കിലും ഒരു പുരുഷൻ അവന്റെ വീട്ടിലോട്ട് കയറി, ഫദക്കറല്ലാഹ്, വീട്ടിലോട്ട് വന്ന് കയറിയ ഉടനെ അവൻ അല്ലാഹുവിനെ ദിക്ർ ചെയ്തു. അവൻ കയറി അൽഹംദുലില്ലാഹ്, അവൻ അല്ലാഹുവിനെ ദിക്ർ ചെയ്തു. എന്നിട്ടാണ് അവൻ അങ്ങോട്ട് കയറിയതെങ്കിൽ അവൻ വീട്ടിലോട്ട് കയറിയപ്പോഴും രാത്രിയിൽ വീട്ടിൽ പണിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന് കയറിയ ഉടനെ അവൻ വീട്ടിൽ കയറിയിട്ട് പറഞ്ഞു അൽഹംദുലില്ലാഹ്, സുബ്ഹാനല്ലാഹ്,
എന്ന് പറഞ്ഞ് വീട്ടിൽ കയറി. അത്താഴം ഭാര്യ വിളിച്ചു വിളമ്പിയപ്പോ അത്താഴം കഴിക്കുന്ന സമയത്ത് അവൻ വീണ്ടും അല്ലാഹുവിന്റെ ദിക്ർ പറഞ്ഞു ബിസ്മില്ലാ എന്ന് പറഞ്ഞിട്ട് അവൻ 2 പ്രാവശ്യം ആ ഗൃഹനാഥൻ അല്ലാഹുവിന്റെ പേര് പറഞ്ഞാൽ വീട്ടിലിരിക്കുന്ന പിശാച് തന്റെ കൂട്ടാളികളോട് വിളിച്ചു പറയും, കൂട്ടാളികളെ ആ മനുഷ്യൻ അല്ലാഹുവിന്റെ ദിക്ർ പറഞ്ഞിരിക്കുകയാ. ലാ മബീത ലക്കും വലാ അശാ, ലാ മബീത ലക്കും വലാ അശാ. ഇന്ന് നമുക്കിവിടെ താമസിക്കാനും പറ്റില്ല, ഇന്ന് നമുക്കിവിടെ ഭക്ഷണവുമില്ല. കാരണം കയറിയപ്പോഴും ദിക്ർ പറഞ്ഞു, ഭക്ഷണം കഴിച്ചപ്പോഴും ദിക്ർ പറഞ്ഞു. ആ സമയത്ത് ഓരോ വീട്ടിലും രാത്രിയിൽ പിശാചുക്കൾ കിടക്കാൻ വരും. ഒരു ഗൃഹനാഥനായ പുരുഷൻ ദിക്ർ പറയും, അവന്റെ രാപ്പാർക്കലില്ലാതാവും. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അശായിന്റെ രാത്രി ഭക്ഷണം കഴിക്കുമ്പോ അല്ലാഹുവിന്റെ ദിക്ർ പറഞ്ഞാൽ അതോടൊപ്പം അവന്റെ ഭക്ഷണവും ഇല്ലാതാവുമെന്ന്. അതല്ല, ഒരു മനുഷ്യൻ വീട്ടിലോട്ട് കയറി, അല്ലാഹുവിന്റെ പേരവൻ പറഞ്ഞില്ല, കയറിയപ്പോ പേര് പറഞ്ഞില്ല. അപ്പൊ പിശാച് വിളിച്ചു പറയും, കൂട്ടുകാരെ ഇന്ന് നിങ്ങൾക്ക് ഇവിടെ രാത്രി താമസിക്കാം, പക്ഷേ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ബിസ്മില്ലാ എന്ന് പറഞ്ഞാൽ അവൻ വിളിച്ചു പറയും, കൂട്ടുകാരെ ഇന്ന് ഈ വീട്ടിൽ കിടക്കാനേ നമുക്ക് സൗകര്യമുള്ളൂ. വലാ അശാ, ഇന്ന് നമുക്കിവിടെ ഭക്ഷണമില്ല. അതുകൊണ്ട് ഓരോരുത്തരോടും നമ്മുടെ വീടുകൾ അല്ലാഹുവിന്റെ ദിക്റുകളുടെ ഭവനങ്ങളായി മാറണം. വീട്ടിലോട്ട് കയറുമ്പോ ദിക്ർ പറയണം, ഭക്ഷണം കഴിക്കുമ്പോ ദിക്ർ പറയണം. പിശാചിനെ വീട്ടിൽ നിന്ന് ആട്ടിയോടിക്കണം. നമ്മുടെ ഇന്നത്തെ മക്കളോട് +1 പഠിക്കുന്ന പെൺകുട്ടിയോട്, മോളെ അവന്റെ കൂടെ പോകരുത്, വാപ്പാടെ കാര്യം നോക്കിയാ മതി, എനിക്കിപ്പോ പ്രായബുദ്ധിയായി, ഇല്ലെങ്കിൽ ഞാൻ വനിതാ കമ്മീഷന്റെ വാപ്പയ്ക്കെതിരെ കേസ് കൊടുക്കും. ആരാ പറയുന്ന തലമുറ? നിങ്ങൾ പൊട്ടിച്ചിരിക്കണ്ട. കേരളത്തിലെ പ്രധാനപ്പെട്ട റിയാലിറ്റി ഷോയില് ഒരു പെണ്ണിന് അവിഹിത ബന്ധമുണ്ടെന്ന് പറഞ്ഞ് കോടതിയിലെത്തിയപ്പോ ആ പെണ്ണ് പറഞ്ഞത്, ഉമ്മയുടെ കാര്യം നോക്കിയാൽ മതി, എനിക്ക് എന്റെ കാര്യം നോക്കാൻ അറിയാം. എങ്ങനെയാണ് നമ്മുടെ മക്കൾ ഇങ്ങനെ പോയത്? ഒരു കാലത്ത് വാപ്പാടെ മുമ്പിലൂടെ നടക്കാത്ത മക്കൾ ഉമ്മാനെ കണ്ടാൽ പുറകുവശത്തെ വാതിലിലൂടെ ബഹുമാനത്തോടെ ഇറങ്ങിപ്പോയ മക്കൾ. ഇന്ന് ആ മക്കൾ എഴുന്നേറ്റ് നിന്ന് വനിതാ കമ്മീഷൻ പറഞ്ഞ് നമ്മളെ പേടിപ്പിക്കുമ്പോ എവിടെയാണ് തെറ്റുപറ്റിയത്? ലോകത്തിന്റെ പുരോഗതിയല്ല, കണ്ണു വന്ന വിവര സാങ്കേതിക വിദ്യയല്ല, നമ്മുടെ കാരണവന്മാര് വീട്ടിൽ വെച്ചിരുന്ന നന്മകളില്ലാതായി. പണ്ട് കാലത്ത് നമ്മളൊക്കെ കേട്ട് വളർന്ന വീട്ടിലെ ശബ്ദമേതാ? തൊട്ടിലിൽ കിടക്കുമ്പോൾ നമ്മൾ കേട്ട പാട്ടേതാ? അലാ ഇലാഹ ഇല്ലല്ലാഹു അലാ ഇലാഹ ഇല്ലല്ലാഹ് അലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. തൊട്ടിലിൽ കിടന്ന് അമ്മിഞ്ഞപ്പാല് വയറ് നിറച്ചു കുളിച്ചിട്ട് കവലിലൂടെ ഒലിച്ചിറങ്ങി ആ കൊട്ടിലിൽ കൊണ്ടുപോയി കിടത്തിയപ്പോ ഉമ്മാന്റെ ചെഞ്ചുണ്ടിൽ നിന്ന് താരാട്ട് പാട്ട് കേട്ടത് അല്ലാഹുവിന്റെ ജലാലിയത്തിന്റെ ഇസ്മ, അവന്റെ ജമാലിയത്തിന്റെ പേരാ. നമ്മുടെ ഹൃദയത്തിലോട്ട് അങ്ങ് തളച്ചു കയറി. ഉമ്മ ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രമല്ല, പിന്നെ താരാട്ട് പാടി ഉമ്മ കൊച്ചിനെ ഉറക്കാൻ പഠിപ്പിച്ചു തന്നത് സൂപ്പർമാന്റെ കഥയല്ല, ടോം ആൻഡ് ജെറിയുടെ കാർട്ടൂണല്ല. ഉറങ്ങാൻ വാപ്പ വെച്ചു കൊടുത്തത് ഏതെങ്കിലും ഡൂഡി ആർമിയുടെ കോമഡി സീരിയലല്ല, ഡൂഡി ആർമിയുടെ ഗെയിമുകളല്ല. പിന്നെ ഉമ്മ തട്ടിലി കിടന്നപ്പോ നമ്മളോട് പറഞ്ഞത്, രാമോനെ വീരനാമലിയാരുടെ വീരകഥകൾ കേൾക്കണം, വീരനായി നീ വളരണം, ആരംഭ പുനനാരമേ. ഉമ്മ തൊട്ടിലി കിടന്നപ്പോഴേ ചെവിയിൽ വെച്ച് പറഞ്ഞത് ഖൈബറിന്റെ മുത്ത് അലിയയാണ്, ഫാത്തിമയുടെ ഭർത്താവലിയാണ്. ആ ചരിത്ര പദങ്ങൾ പിഞ്ചിളം പ്രായത്തിലെ നെഞ്ചിൽ ചേർത്ത് വളർത്തിയ മക്കള് ഉപ്പാന്റെ മുമ്പിലൂടെ നടന്നിട്ടില്ല മോനെ. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ലാ തജ്അലൂ ബുയൂതകും മഖാബിറ
നമ്മുടെ വീടുകളെ ശ്മശാനങ്ങളാവരുത്. മഗ്‌രിബ് കഴിഞ്ഞ് മക്കളെ ഇരുത്തണം. എന്നിട്ട് ഇരുത്തിയിട്ട് അവരോട് പറയണം, മക്കള് അപ്പുറത്തെ വീട്ടിലെ ഹിന്ദുവിന്റെ വീട് കണ്ടോ, അവിടെ തലമുതിർന്ന അമ്മ എഴുന്നേറ്റ് കുളിച്ചിട്ട് തുളസിക്കതിരും മടിയിൽ ചൂടി ആ വീട്ടിലെ മുഴുവൻ കൊച്ചുമക്കളെയും ഇരുത്തി നിലവിളക്ക് കൊളുത്തി ആ വീട്ടിലെ മുത്തശ്ശി അമ്മ ഇരുന്നിട്ട് സന്ധ്യാനാമം ജപിക്കുന്നത് കണ്ടോ മക്കളെ? ആ അമ്മയുടെ ചുറ്റുഭാഗത്ത് കൊച്ചുമക്കൾ ഇരിക്കുന്നു, അമ്മയുടെ മരുമകൾ ഇരിക്കുന്നു. സന്ധ്യക്ക് ഐശ്വര്യം വരുമെന്നവര് കരുതുന്നു. എന്നിട്ട് അവര് വട്ടത്തിലിരുന്നിട്ട് വീട്ടിലെ തലമുതിർന്ന അമ്മ പാടിക്കൊടുക്കുന്നു, രാമ 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 പാകിമാ, രാമപാദം ചേരണേ മുകുന്ദ രാമ പാകിമാ, രാവണാന്തകാ മുകുന്ദ രാമ രാമ പാകിമാ, കട്ടിമുട്ടി നായക പുരുന്ദരാതി സേവിത, കട്ടതകൾ നീക്കി നീ അനുഗ്രഹിക്ക സാദര, കട്ടിവാരിതേ ജയാ മുകുന്ദ രാമ പാകിമാ. സന്ധ്യക്കിരുന്നിട്ട് ഹൈന്ദവ സഹോദരങ്ങള് ഞങ്ങളുടെ കട്ടതകൾ മാറ്റണേ എന്ന് പ്രാർത്ഥിക്കുന്നത് കണ്ടോ മക്കളെ? സുബഹിന്റെ ബാങ്ക് മുണങ്ങിയപ്പോ നമ്മുടെ വീട്ടില് മക്കളെ എഴുന്നേൽപ്പിക്കണം. മക്കളെ അപ്പുറത്ത് നിന്ന് സുബഹി കേട്ടു, ഇപ്പുറത്ത് നിന്ന് അമ്പലത്തിൽ നിന്ന് കേട്ടു. കൗസല്യ സുപ്രജാ രാമപൂർവ സന്ധ്യാപ്രവർത്തതേ, ഉത്തിഷ്ഠ നരശാതുലം കർത്തവ്യം ദൈവമാന്തിതം, ഉത്തിഷ്ഠോദിഷ്ഠ ഗോവിന്ദ ഉത്തിഷ്ഠ ഗരുഡധ്വജ, ഉത്തിഷ്ഠ കമലാകാന്ത പ്രൈലോക്യം മംഗളം ഗുരു, കമലാകുജ തിന്ദിന കുങ്കുമതോ നിയതാതുനി താതുല നീലധനോ. മക്കളെ ഭക്തിയുടെ സമയമാണ്. എഴുന്നേക്ക് മക്കളെ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഒരു കുടുംബത്തിന് അല്ലാഹു ഐശ്വര്യം ചൊരിയട്ടെ. അല്ലാഹു നമ്മുടെ കുടുംബത്തെ അങ്ങനെ ആക്കട്ടെ. പള്ളിയിൽ സുബഹിന്റെ ബാങ്ക് കേട്ടപ്പോ ഭാര്യ എഴുന്നേറ്റ് നോക്കുമ്പോ ഭർത്താവ് ഉറക്കമാണ്. കുലുക്കി വിളിച്ചിട്ട് എഴുന്നേറ്റില്ല. അടുക്കളയിൽ പോയി വെള്ളം എടുത്തു കൊണ്ടുവന്ന് ഭർത്താവിന്റെ മുഖത്ത് തെളിച്ചിട്ട് എഴുന്നേക്ക്, അല്ലാഹുവിന്റെ സുബഹിന്റെ ബാങ്ക് കേട്ടോന്നൊരു പെണ്ണ് പറഞ്ഞാൽ ഭർത്താവ് എഴുന്നേറ്റപ്പോ ഭാര്യ ഉറക്കത്തിലാണ്. കുലുക്കി വിളിച്ചിട്ട് അവൾ എഴുന്നേറ്റില്ല. ഭാര്യ എന്തിനു കുറ്റം പറയണം? നമ്മുടെ വീട്ടിൽ ആദ്യം എഴുന്നേക്കുന്നത് നമ്മുടെ ഉമ്മ, ഏറ്റവും അവസാനം കിടക്കുന്നത് നമ്മുടെ ഉമ്മ. ഭക്ഷണം വിളമ്പി തന്ന് നമ്മൾ ബെഡ്റൂമിൽ പോകുമ്പോ വിളമ്പിയ പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് വീട് മുഴുവനും വൃത്തിയാക്കി അവസാന കിടപ്പറയിൽ വന്നത് എന്റെ ഉമ്മയാണ്. അവള് ക്ഷീണത്തോടെ കിടക്കുമ്പോ കുലുക്കി വിളിച്ചിട്ട് അവൾ എഴുന്നേറ്റില്ല. അടുക്കളയിൽ പോയി വെള്ളം എടുത്തു കൊണ്ടുവന്ന് ഭാര്യയുടെ മുഖത്ത് തെളിച്ചിട്ടു ജമാഅത്തായിട്ട് സുബഹി നിസ്കരിച്ച ഭാര്യ ഭർത്താക്കന്മാർ, ആ വീട്ടിൽ അല്ലാഹു കരുണ ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമ്മുടെ വീട് അനുഗ്രഹപൂരിതമാക്കട്ടെ. അല്ലാഹു ഒരു പിതാവിന് അല്ലാഹു അനുഗ്രഹം ചെയ്യട്ടെ. അവനവന്റെ വീടിന്റെ മുകളിൽ ഒരു കുടുംബത്തിൽ അല്ലാഹു അനുഗ്രഹം ചെയ്യട്ടെ. നമ്മുടെ വീട്ടിൽ നമ്മൾ ആ വലിയ റൂമിന്റെ മുകളിൽ തൂക്കിയിടാൻ എത്ര ഹാങ്ങിങ് ലൈറ്റ് ആണ് വാങ്ങിക്കുന്നത്. ബാംഗ്ലൂരും ദുബൈയിൽ നിന്ന് ലക്ഷത്തിന്റെ ലൈറ്റുകൾ നമ്മൾ തൂക്കിയിടാറുണ്ട്. ഹബീബായ നബി തങ്ങൾ പറയാ, ഒരു കുടുംബത്തിൽ അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. ആ വീടിന്റെ ഉമ്മറപ്പടിയിൽ ഒരു ചൂരലവൻ തൂക്കിയിട്ടിട്ടുണ്ട്. തന്റെ മക്കളെ അദബ് പഠിപ്പിക്കാൻ ഒരു വടി കോന്തായത്തിൽ തൂക്കിയിട്ട വാപ്പക്ക് അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ എന്ന് നബി മുഹമ്മദ് മുസ്തഫ.